നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മിഴിയോരത്തിന്റെ സാരഥി എന്ന സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് സാരഥിയിൽ നമ്മൾ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെഗ്മെന്റ് ആണ് ചെയ്യുന്നത്. അതായത് ഇന്ന് എൻ്റെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രേക്ഷകരിൽ ഒരാളാണ്. നമുക്ക് അതിഥിയെ ഒന്ന് പരിചയപ്പെടാം. സൈമിമോൾ ആണ്. നമസ്കാരം സൈമിമോൾ, മിഴിയോരത്തിലേക്ക് സ്വാഗതം. അപ്പം ശരിക്കും സൈമിമോൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് തന്നെ അറിയാം എന്താണ് സൈമിമോൾ ചെയ്യുന്നത്, സൈമിമോളുടെ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണെന്ന് അറിയാം. കാരണം നിറയെ സാധനങ്ങൾ നമ്മുടെ ടേബിളിലുണ്ട്. ഒരു ബാസ്ക്കറ്റ് കാണാവുന്നുണ്ട്, പേഴ്സ് കാണാവുന്നുണ്ട്, പല സൈസിലുള്ള പേഴ്സുകളുണ്ട്. അതുകൊണ്ട് പലതരത്തിലുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പേഴ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് സൈമിമോളോട് തന്നെ വിശേഷങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് ഈ ഒരു ഇൻട്രസ്റ്റ് വന്നത്, എങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ ഇത് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. അപ്പം നമസ്കാരം. നമസ്കാരം. അപ്പം സൈമിമോൾ ശരിക്കും എന്തൊക്കെയാണ് ഈ ഫ്രീ ടൈമിൽ ചെയ്യുന്നത്? ഫ്രീ ടൈമിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പം ചെറിയ മക്കളായപ്പം ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇപ്പം പോണ്ടാന്ന് തീരുമാനിച്ചു. അപ്പം വീട്ടിലിങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ശരിക്കും ഇപ്പൊ സ്കൂളിൽ വരുമ്പോൾ കുട്ടികൾക്ക് ഒത്തിരി പ്രോജക്റ്റ് നമ്മൾ തന്നെയാണ് എല്ലാം കൊടുക്കേണ്ടത്. അതും ചെറിയ പിള്ളേർക്ക് ചെയ്യാൻ പറ്റാവുന്ന വലുതൊക്കെ അവർ കൊടുത്തു. അപ്പൊ അങ്ങനെ പലതും നമ്മളിപ്പോ യൂട്യൂബ് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താണ് ചെയ്യണത്. അപ്പൊ അങ്ങനെ സെർച്ച് ചെയ്ത വഴിക്കാണ് ഇത്തരം ക്രാഫ്റ്റുകളൊക്കെ കണ്ടത്. അപ്പം ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സ്കൂളിൽ ഇങ്ങനെ അത് സബ്ജക്റ്റ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഈ നിറ്റിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അന്ന് എന്തായിരുന്നു ശരിക്കും ഇൻട്രസ്റ്റ് എന്തൊക്കെയായിരുന്നു? അന്ന് കൂടുതലും നീഡിൽ വർക്കുകളായിരുന്നു. നിറ്റിംഗ്, ക്രോസ് സ്റ്റിച്ച്, പിന്നെ തയ്യലുകൾ. നമ്മള് പണ്ടത്തെ പെറ്റിക്കോട്ട് അല്ലെങ്കിൽ പാവാട അതൊക്കെ പഠിപ്പിക്കുമല്ലോ. അതെ, ശരിക്കും ഇതിനകത്ത് കാണാം. ശരിക്കും സൈമോളുടെ കുട്ടികൾക്ക് വേണ്ടിയാണോ ഇത് ചെയ്ത് തുടങ്ങിയത്, അതോ എങ്ങനെയാണ് കൂടുതലായിട്ടും ക്യൂട്ടായിട്ട് നമുക്ക് തോന്നുക കുഞ്ഞുങ്ങൾക്കുള്ള സാധനങ്ങൾ ചെയ്യുമ്പോഴാണ് രസം ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് മിക്കവരും. അപ്പം അങ്ങനെ ചെയ്ത് പരീക്ഷിച്ചു നോക്കി. അപ്പൊ ആദ്യം എൻ്റെ ഒരു ഫ്രണ്ടിന് അപ്പൊ ആ സമയത്ത് ഒരു കുഞ്ഞ് ഉണ്ടായി. അപ്പൊ ഞാൻ ഓർത്ത് വന്ന അവളുടെ കുഞ്ഞിന് വേണ്ടി ഒരു ഗിഫ്റ്റ്, ഒരു മണി പേഴ്സ് ആണ് ഇതല്ലേ? ഒരു മണി പേഴ്സ് നമ്മള് വാക്കിങ്ങിനൊക്കെ പോകുമ്പോ ഫോണൊക്കെ ഇട്ട് അങ്ങനെ പിടിക്കാം. അതുപോലെ മങ്കിക്കാപ്പ്, കൊച്ചു കുട്ടികളുടെ തൊപ്പികള്. ഇത് ന്യൂ ബോണിന് പറ്റിയ ക്യാപ്പും പിന്നെ അതിന്റെ മാച്ചിങ് ആയിട്ടുള്ള ചെറിയ ബൂട്ട്സും കൂടി ഉണ്ടാക്കി. അതാണ് ഞാൻ അതിന്റെ വേറെ മോഡലാണ് ഫസ്റ്റ് ഫ്രണ്ടിന് ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെയാണ് എനിക്ക് ഇൻട്രസ്റ്റ് വന്നത്. പിന്നെ ഞാൻ ഓർത്തു അപ്പം ഫ്രീ ടൈമിൽ ഇതൊക്കെ എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുണ്ട്. അതുപോലെ പിന്നെ ചെയ്തത് അതായത് എനിക്ക് തോന്നുന്നത് ശരിക്കും ഒരു വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണെന്ന് തോന്നുന്നു അല്ലെ? ബാസ്ക്കറ്റും ഈ പേഴ്സും ഒക്കെ. ശരിക്കും ഈ പേഴ്സൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള പേഴ്സാണ്. നമുക്ക് എന്താണ് കണ്ടാൽ പെട്ടെന്ന് അത് എന്താണ് ഒരാൾ വീട്ടമ്മ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഒരാൾ ചെയ്തതാണെന്ന് ശരിക്കും നമുക്ക് തോന്നുന്നില്ല. അതുപോലെ ശരിക്കും നല്ലൊരു പ്രൊഫഷണൽ ലുക്കുള്ള പേഴ്സാണ്. ശരിക്കും ഈ പേഴ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് സാധാരണ നമ്മുടെ മാഗസിൻ യൂസ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാഗസിനിൽ നമുക്ക് വേണമെങ്കിൽ വെറുതെ റാൻഡമായിട്ട് പേപ്പർ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിപ്പോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാല് ഇതില് ബ്ലാക്ക് മാത്രം ഒരു റോ യൂസ് ചെയ്തു, പിന്നെ കളേഴ്സ് വേറെ ഒരു റോ യൂസ് ചെയ്തു. അങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോ നമുക്ക് പിന്നെ മനസ്സിലാവും പാറ്റേൺ ഒക്കെ. വെറും പേപ്പറാണ്. പിന്നെ അത് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് പ്രൂഫ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് പേപ്പർ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും എന്തുകൊണ്ടാണ്? ഇത് ഈ ഫ്ലെക്സ് അടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. ശരിക്കും നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞ് മെറ്റീരിയൽ, ചെറുതാണ്. അപ്പം അത് എളുപ്പമാണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അപ്പൊ ഇത് ഇവര് മിസ്പ്രിന്റ് ആയതുകൊണ്ട് കളയുന്ന സാധനമാണ്. അപ്പൊ അത് യൂസ് ചെയ്ത് ഞാൻ ചെയ്ത് നോക്കാം എന്ന് വെച്ചപ്പോ ഇതൊന്നും കൂടിയും നല്ല വലിയ ടൈപ്പാണ്, ഒന്നും കൂടിയും ഈട് നിൽക്കും. പല സൈസിലുള്ളതുണ്ട്, കുഞ്ഞതുണ്ട്, വലുതുണ്ട്, ഒരു മീഡിയം സൈസിലുള്ള. ഇത് എനിക്ക് തോന്നുന്നു കൊച്ചു കുട്ടികൾക്കൊക്കെ ഇപ്പൊ അവര് ഗ്രോസറിയിൽ എവിടെയെങ്കിലും ഷോപ്പിലൊക്കെ പോവുകയാണ്, അവർക്ക് കോയിൻസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ചെറിയ സൈസിലുള്ള പേഴ്സാണ് ഇത്. അപ്പൊ ഇതിന് പല കളറിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അല്ലേ? അതെ അതെ, ഇഷ്ടമുള്ള കളറിൽ ചെയ്യാം. ഇപ്പൊ ഇതിൽ തന്നെ വേസ്റ്റ് ബാക്കി വന്ന പീസുകൾ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പൊ ഇതില് അപ്പം പാറ്റേൺ വേറെ ഇടാം നമുക്ക്. പല കളർ കോമ്പിനേഷൻ ഉണ്ട്. അതായത് ഇപ്പൊ ഇതിനകത്ത് ബ്ലൂ കാണുന്നുണ്ട്, ഇവിടെ ലൈറ്റ് ബ്ലൂ കാണുന്നുണ്ട്. എന്നാൽ അതിലൊരു ശരിക്കും ഒരു കോമ്പിനേഷൻ, വൈറ്റിന്റെയും ബ്ലൂവിന്റെ എല്ലാം ഒരു കോമ്പിനേഷൻ കാണുന്നുണ്ട്. പിന്നെ ഇതില് സാധാരണ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെറിയ ഐലറ്റ് ഇട്ട് കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ശരിക്കും ഇതൊക്കെ ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കാറുണ്ട്? ഇങ്ങനത്തെ മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ എളുപ്പമാണ്, പെട്ടെന്ന് ഒരു 2 ദിവസം കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ പേപ്പർ കൊണ്ടാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുറച്ചുകൂടെ സമയം എടുക്കും. ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ലുക്ക് ഉണ്ട്. ശരിക്കും ഓഫീസിൽ കൊണ്ടുപോകാനാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു പേഴ്സ് നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാം. ഇത് ശരിക്കും വെയിറ്റ് ഒക്കെ നമുക്ക് താങ്ങാൻ പറ്റും, നല്ലോണം വെയിറ്റ് താങ്ങും. വാട്ടർ പ്രൂഫ് ആണ്, പെട്ടെന്ന് വേറെ ടയർ ഒക്കെ നല്ലോണം ഹാൻഡിൽ ചെയ്യും. അത് പ്രശ്നമൊന്നുമില്ല. അത്
അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് നമുക്കൊന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്താലോ അല്ലെ? എങ്ങനെയാണ് ശരിക്കും ഇത് ചെയ്യാനായിട്ട് എത്ര സമയം എടുക്കാറുണ്ട്? ഇത് ചെയ്യണമെങ്കിൽ ഒരു 1 വീക്ക് എടുക്കും. ഈ സൈസിൽ ചെയ്യണമെങ്കിൽ 1 വീക്ക് എടുക്കും. അപ്പൊ ശരിക്കും അതൊരു പ്രേക്ഷകർക്ക് നമുക്ക് വളരെ കുറച്ച് സമയമേ കിട്ടാറുള്ളൂ. അപ്പൊ ആ ഒരു കുറച്ച് സമയം കൊണ്ട് എങ്ങനെയാണ് ഇത് ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണിച്ചു കൊടുത്താൽ ഇതിന്റെ ബേസിക് മനസ്സിലായാൽ പിന്നെ അവനവന്റെ ഐഡിയാസ് യൂസ് ചെയ്ത് നമുക്ക് വേറെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് ഒരു ലെയർ ഒന്ന് ഉണ്ടാക്കി കാണിച്ചു തരുമോ എങ്ങനെയാണ്? അപ്പൊ ഇതില് എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്? മാഗസിൻ എന്ത് പേപ്പർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ന്യൂസ് പേപ്പർ, മാഗസിൻ പേപ്പർ, അങ്ങനെ പേപ്പർ ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ ഇതിൽ ഞാനിപ്പോ മാഗസിൻ, നമ്മളുടെ ഇവിടുത്തെ മാഗസിൻ പേപ്പർ ആകുമ്പോൾ നല്ല കളേഴ്സ് പാറ്റേൺസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ ഫസ്റ്റ് ഒരു സൈസ് ഉണ്ട് ഇതിന്. എപ്പോഴും നമ്മള് ലെങ്ത് എടുക്കുന്നതിന്റെ വിഡ്ത്ത് എടുക്കുന്നതിന്റെ +2 ആയിരിക്കും അതിന്റെ ലെങ്ത്. അങ്ങനെ എടുത്താലാണ് ഇത് ഇന്റർലോക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആവും. ഒന്നുകൂടെ പറയുമോ? എന്തൊന്നും ഒരിക്കൽ കൂടി പറഞ്ഞു കൊടുക്കും. വിഡ്ത്ത് ഇപ്പൊ നമ്മള് 10 സെന്റി ആണ് എടുക്കുന്നതെങ്കിൽ ലെങ്ത് 10 + 10 + 2, അതായത് 10ന്റെ ഡബിൾ +2 അതാണ് സൈസ്. ഇങ്ങനെ എടുത്തതിന് ശേഷം അപ്പൊ ഈ പേപ്പർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫും അല്ല, ഈട് നിൽക്കുകയും ചെയ്യില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഈ കുട്ടികളുടെ പുസ്തകം പൊതിയാനായിട്ട് പുസ്തകം ഈട് നിൽക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഇത്. അപ്പം ഇത് നമ്മൾ ഇതിന്റെ മുകളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതേ സൈസിൽ നമ്മൾ ഈ ഷീറ്റ് എടുക്കും. ഷീറ്റ് എടുത്തതിന് ശേഷം അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമ്മൾ കുറച്ച് ഓക്കെ അതെടുത്ത് നമ്മൾ അതിൽ സ്റ്റിക്ക് ചെയ്യണം. ഇത് നമ്മൾ ഇതിന്റെ മുകളിലോട്ട് സ്റ്റിക്ക് ചെയ്യുക. ഇത് ആദ്യം ചെയ്യുന്നവർക്ക് കുറച്ച് പാടായിരിക്കും. ഇതിങ്ങനെ എളുപ്പത്തിൽ സ്റ്റിക്ക് ചെയ്ത് വരില്ല. ചിലപ്പോൾ ബബിള് വീഴും. ബബിള് വീഴാതെ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുത്ത് ബൈ പ്രാക്ടീസോടുകൂടി തന്നെ ശരിയാകുന്നതായിരിക്കും അല്ലേ? അതെ അതെ. അപ്പൊ അത് അതിനുശേഷം നമ്മൾ അത് കട്ട് ചെയ്യണം അല്ലേ? കട്ട് ചെയ്തെടുക്കണം. കത്രിക എടുത്തിട്ട് ഇത് അതായത് നമ്മൾ ഏത് കളറാണോ അല്ലെങ്കിൽ ഏത് കോമ്പിനേഷനുള്ള പേപ്പറാണോ, ഏത് സൈഡിലെ ഡിസൈൻ ആണോ നിങ്ങൾക്ക് ആവശ്യം ആ സൈഡിലാണ് ഇത് ഒട്ടിക്കേണ്ടത്. കാരണം അതാണ് പുറത്ത് വരുന്ന ഭാഗം. അത് നമ്മൾ ഒട്ടിച്ചതിന് ശേഷം പിന്നെ ഈ പേപ്പർ ആവശ്യമുള്ള ഭാഗം താഴത്തേക്ക് ആക്കി പിടിച്ചതിന് ശേഷം ഫസ്റ്റ് നമ്മൾ പകുതി മടക്കുക, ഹാഫ് മടക്കുക. അത് ഓപ്പൺ ചെയ്തിട്ട് ഈ ഹാഫ് വന്ന ക്രീസിലേക്ക് വീണ്ടും മടക്കുക, 2 സൈഡിൽ നിന്നും. ഇത് നല്ലോണം മടക്കണം, കാരണം നമ്മൾ ഇതിങ്ങനെ ഒട്ടിച്ചിരിക്കുന്നോണ്ട് തുറന്നു വരും. അതിനുശേഷം നമുക്ക് വേണ്ട സൈസിലെ പേപ്പർ കട്ട് ചെയ്യുക. അതിനുശേഷം അതിനൊരു വാട്ടർ പ്രൂഫ് ആക്കത്തക്ക പോലെ അതിനൊരു സ്റ്റിക്ക് നമ്മൾ ഒട്ടിക്കുക. അതിനുശേഷം കട്ട് ചെയ്തതിനു ശേഷം അത് നമ്മൾ മടക്കിയെടുക്കുക. അപ്പൊ ഫസ്റ്റ് സെന്ററിലേക്ക് ലെങ്ത് വൈസ് 2 സൈഡിൽ നിന്ന് മടക്കുക. അതിനുശേഷം വീണ്ടും ഇങ്ങനെ മടക്കുക, വി ഷേപ്പിൽ മടക്കുക. ഒരിക്കൽ കൂടി ഒന്ന് നിവർത്തി കാണിച്ചു കൊടുക്കുക പ്രേക്ഷകർക്കൊന്ന്. നമ്മൾ യൂസ് ചെയ്യുന്ന ഒട്ടിച്ച സൈഡ് ഇതാണ്. ഏത് സൈഡിലാണോ നമുക്ക് ഏതിന്റെ പടമാണോ നമുക്ക് വേണ്ടത് ആ സൈഡിലാണ് നമ്മൾ ആ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പേപ്പർ ഒട്ടിക്കുക. ഇത് പുറത്ത് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് സെന്ററിലേക്ക് ലെങ്ത് വൈസ് മടക്കുക. വീണ്ടും അതിനെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് കിട്ടും. അതിനുശേഷം നമ്മൾ അതിനെ വി ഷേപ്പിൽ മടക്കുക. അപ്പൊ വി ഷേപ്പിൽ മടക്കിയിട്ട് വീണ്ടും ലെങ്ത് വൈസ് ചെയ്ത പോലെ തന്നെ സെന്ററിലേക്ക് 2 സൈഡിൽ നിന്നും മടക്കി കൊടുക്കുക. അപ്പൊ ഇങ്ങനത്തെ ഒരു പീസ് കിട്ടും. ഇതാണ് ഇതിന്റെ ബേസിക് ഒരു ലിങ്ക്. ഇതിന്റെ ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഇതിനെ ഇന്റർലോക്ക് ചെയ്യും. അപ്പൊ സെയിം നമ്മൾ ഒരു പേപ്പറും കൂടി എടുക്കുക. ഇതിലും സെയിം രീതിയിൽ തന്നെയാണോ നമ്മൾ മടക്കേണ്ടത്? സെയിം രീതിയിൽ തന്നെയാണ് എല്ലാം മടക്കേണ്ടത്. ഇതിന് നമ്മൾ ആ പേപ്പർ ഒട്ടിക്കണം. മെറ്റീരിയൽ ഒട്ടിച്ചതിന് ശേഷം ആദ്യത്തെ പേപ്പർ നമ്മൾ മടക്കിയതുപോലെ തന്നെ സെയിം രീതിയിൽ മടക്കുക. അത് മടക്കുമ്പോൾ നമ്മൾ സെയിം രീതിയിൽ മടക്കണം, അല്ലെങ്കിൽ ഇന്റർലോക്ക് ചെയ്യുമ്പോൾ ഗ്യാപ്പ് വീഴുമ്പോൾ അത് ലൂസാവും, ലിങ്കുകൾ ലൂസാവും. അപ്പൊ നമ്മൾ ഇത്രയും നല്ല ക്ലോസ് ആയിട്ട് ഇരിക്കില്ല. വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വി ഷേപ്പിൽ കൊണ്ടുവരിക. അതിനുശേഷം അതേപോലെ തന്നെ അകത്തേക്ക് ഇങ്ങനെ മടക്കുക. അപ്പൊ ഇത് രണ്ടാമത്തെ ലിങ്കായി. ഇനി ഈ രണ്ടാമത്തെ ലിങ്കും
ഫസ്റ്റ് ലിങ്ക്. അതായത് ഇതേപോലത്തെ ഒരുപാട് നമുക്ക് ആവശ്യമുണ്ട് ഒരു പേഴ്സിന്. അപ്പം ക്ഷമയോടുകൂടി ഒരുപാട് എത്ര ഷീറ്റ് അങ്ങനത്തെ പേപ്പർ നമുക്ക് വേണ്ടി വരും? ഇതുപോലൊരു ഇത്രയൊരു മീഡിയം സൈസ് പേഴ്സ് ഇതിപ്പോ ഞാൻ ചെയ്തത് ഒരു മാഗസിൻ ഉപയോഗിച്ചാണ്. ഒരു മാഗസിനിൽ എനിക്ക് ആവശ്യമുള്ള പാറ്റേൺ മാത്രം വേണ്ടോണ്ടാണ്. അല്ലെങ്കിൽ ഇതുപോലത്തെ 2 ഒക്കെ ഉണ്ടാക്കാം നമ്മൾ റാൻഡം ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പൊ ഞാൻ പാറ്റേൺ മാത്രം എടുത്തോണ്ട് ഒരു മാഗസിൻ എടുത്തു. എന്നിട്ട് ഫസ്റ്റ് ഫുൾ കട്ട് ചെയ്ത് വെക്കും. അതിനുശേഷം ഫുൾ ഒട്ടിക്കും. എന്നിട്ട് ഇങ്ങനെ ലിങ്കുകൾ മടക്കി വെക്കും. അതിനുശേഷം ഇനി നമ്മളിത് ഇന്റർലോക്ക് ചെയ്യാം. ഇന്റർലോക്ക് ചെയ്യണേന് 2 ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാല്, ഒരു സൈഡ് ഇതിന്റെ നല്ല മടക്കാണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള മടക്കാണ്. മറ്റേ സൈഡ് ഇതിന്റെ നിറച്ചു മടക്കമുള്ള സൈഡാണ്. അപ്പൊ നമ്മള് ഇതിന്റെ പെർഫെക്റ്റ് സൈഡ് മുകളിലേക്ക് പിടിച്ചിട്ട് മറ്റേതിന്റെ നിറച്ചു മടക്കമുള്ള സൈഡാണ് മുകളിലേക്ക് പിടിക്കേണ്ടത്. നമുക്ക് ഇത് മടക്കിയതിനു ശേഷം നമുക്ക് ഒരു സൈഡില്, അതായത് നല്ല സൈഡുകൾ രണ്ടും ഇന്റർലോക്ക് ചെയ്യണം. മറ്റേതിന്റെ നല്ല സൈഡ് ഒരെണ്ണത്തിന്റെ നല്ല സൈഡിലേക്കും വീണ്ടും മറ്റേ സൈഡ് മറ്റേതിന്റെ അകത്തേക്കും കയറ്റും. എന്നിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ രണ്ടും തമ്മിൽ ഇന്റർലോക്ക് ആവും. ഇനി നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ എത്ര സൈസിലാണോ നമുക്ക് പേഴ്സ് വേണ്ടത് അതനുസരിച്ച് നമ്മൾ മുറിക്കുക. ഇതനുസരിച്ച് വി ഷേപ്പിൽ ഉണ്ടാക്കിയതിനു ശേഷം ഇന്റർലോക്ക് ചെയ്യുക. ഒരുപാട് എണ്ണം ഒരുമിച്ച് ചെയ്ത് ഇത് ശരിക്കും നമ്മൾ ഇതുപോലെ പറഞ്ഞ പല പീസുകളും നമ്മൾ എടുത്ത് ഇന്റർലോക്ക് ചെയ്തതാണ് ഇതല്ലേ. നമുക്ക് വേണ്ട സൈസ്, ഇപ്പം നമുക്ക് പേഴ്സ് വേണ്ടത് ഏത് പാറ്റേണിലാണ് വേണ്ടത് നമ്മൾ ആലോചിക്കുക. ഇപ്പം അതിനകത്ത് ഏതെങ്കിലും ഡിസൈൻ, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ശരിക്കും കണ്ണുകളൊക്കെ പ്രൊജക്ട് ചെയ്ത് കാണുന്നുണ്ട്, കണ്ണ്, തലമുടി, അങ്ങനെ പല ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് ആ പേപ്പറുകൾ മാത്രം യൂസ് ചെയ്യുക. അതിൽ നമ്മൾ വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ ഒട്ടിച്ചതിന് ശേഷം ഇപ്പം കാണിച്ച പോലെ തന്നെ നമ്മൾ പേപ്പർ കട്ട് ചെയ്ത് വി ഷേപ്പിലാക്കിയതിന് ശേഷം ഇന്റർലോക്ക് ചെയ്യുക. അപ്പം അങ്ങനെ ഇന്റർലോക്ക് ചെയ്ത് നമുക്കൊരു ലെയർ ആയിട്ടാണ് ഇവിടെ ഇപ്പം ലഭിച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ നേരത്തെ കണ്ട ഒരു പേഴ്സിന്റെ ഈ ഒരു രൂപത്തിൽ എങ്ങനെ ആക്കുന്നതെന്നുള്ളത് നമുക്ക് സൈമി മോള് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ അപ്പം ഇതിപ്പോൾ പേപ്പർ യൂസ് ചെയ്ത് അതുപോലെ പല മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് എന്ത് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാല് ഞാൻ വീട്ടിൽ കുടിക്കുന്ന കോഫിയുടെ പാക്കറ്റാണ്. അതായത് ചെറിയൊരു പാക്കറ്റാണ്. അപ്പം അതായത് സാഷയായിട്ട് കിട്ടുന്ന കോഫിയുടെ ടീയുടെ ഒക്കെ പൗഡർ നമുക്ക് സാഷയായിട്ട് കിട്ടാറുണ്ട്. അപ്പൊ അതിൻ്റെ യൂസ് ചെയ്തതിനു ശേഷം പലപ്പോഴും നമ്മളത് വേസ്റ്റ് ബാസ്കറ്റിൽ കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും അത് നല്ലൊരു ബാഗായിട്ട് അല്ലെങ്കിൽ നല്ല മെറ്റീരിയലായിട്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ അതനുസരിച്ച് ലെയർ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അതിന് ഏകദേശം നമ്മളുടെ ഈ സൈസ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. വിഡ്ത്തിന്റെ ഡബിൾ ആണ് അതിന്റെ ലെങ്ത് നോക്കിയപ്പോൾ. അപ്പൊ അത് വെച്ച് ഞാൻ ഫസ്റ്റ് ഈ പറഞ്ഞതുപോലെ തന്നെ ഇതാകുമ്പോൾ നമ്മൾ ഒന്നും ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഇത് പ്ലാസ്റ്റിക് തന്നെയാണ്. പ്ലാസ്റ്റിക് വാട്ടർ പ്രൂഫ് ആണ്, ഓൾറെഡി വാട്ടർ പ്രൂഫ് ആണ്. പിന്നെ നമ്മൾ വെറുതെ വേസ്റ്റ് കളയണയാണ്. അപ്പൊ അതിന് പകരം നമ്മൾക്ക് ഇത് യൂസ് ചെയ്യാം. അതെ. അപ്പൊ അങ്ങനെ ഇതിങ്ങനെ ലിങ്ക് ചെയ്ത് എനിക്ക് ആവശ്യമുള്ള ലെങ്ത്തിന്, അതായത് നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പേഴ്സിന്റെ എന്തോരാണോ വേണ്ടത് അത്രയും ലിങ്കുകൾ ഉണ്ടാക്കുക. അതിനുശേഷം ഇത് ലാസ്റ്റത്തെ പീസുകൾ തമ്മിൽ ചേർക്കണം. ചേർക്കുന്നത് കുറച്ച് പാടാണ്. നമുക്ക് ഓപ്പോസിറ്റ് സൈഡുകളായിരിക്കണം. ഒന്ന് ഇങ്ങനെയും വരും, ഒന്ന് ഇങ്ങനെയും വരും. അപ്പം ഓപ്പോസിറ്റ് സൈഡുകൾ ഒരു സൈഡ് ലാസ്റ്റ് വരുന്ന ലിങ്കിന്റെ നമ്മൾ ലാസ്റ്റ് മടക്കിയ പീസുകൾ ഓപ്പൺ ചെയ്ത് വിടുക. ഓപ്പൺ ചെയ്ത് വിട്ടതിന് ശേഷം ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കും. അതായത് എല്ലാ സൈഡിലും അങ്ങനെയാണ് എൻ്റെ പാറ്റേൺ വന്നിരിക്കുന്നത്. അപ്പൊ ഉള്ളിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇത് പുറത്തു കൂടി നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഈ ലാസ്റ്റത്തെ പീസ് ഇന്റർലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇതേപോലെ ഫിക്സ് ചെയ്തിട്ട് ഹോട്ട് ഗ്ലൂ ഗൺ വെച്ച് സെക്യൂർ ചെയ്യാണ് ചെയ്യുന്നത്, ഒട്ടിച്ച് വിടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത് ഊരിപ്പോരും കുറച്ച് കഴിയുമ്പോൾ. ശരിക്കും ഈ ഒരു പേപ്പർ യൂസ് ചെയ്യുന്നത് മീൻ തമ്മിലുള്ള വ്യത്യാസത്താണ്. നമുക്ക് ഇത് വാട്ടർ പ്രൂഫ് ആണ് അല്ലെ, ആ ഒരു വ്യത്യാസമാണ് നമ്മൾ കാണുന്നത്. ഇതിലെ ടൈം കുറച്ച് മതി. ഇത് നമുക്ക് മെറ്റീരിയൽ നേരിട്ടെടുത്ത് കട്ട് ചെയ്യേണ്ട സമയം, ഇത് ഇങ്ങനെ ആക്കി എടുക്കേണ്ട സമയം മാത്രം മതി. പക്ഷെ ഇതിന് പ്രിപ്പറേഷൻസ് ഒരുപാട് വേണം. പേപ്പർ നമ്മൾ ഒട്ടിക്കുക, വാട്ടർ പ്രൂഫ് ചെയ്യുക, ആ സൈസിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പാടാണ്. ഇനി നമ്മൾ ഇങ്ങനെ ഒരു ലെയർ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഇത് പേഴ്സിൽ ആക്കുന്നത്? ഇത് ഇപ്പൊ ഞാൻ ഇതേപോലെ ഒരു പേഴ്സ് ആക്കിയതാണിത്. ഈ പേഴ്സ് ആക്കിയിട്ട് ഇതിപ്പോ ഇതിന്റെ ലാസ്റ്റത്തെ ലെയർ ആണ്. നമ്മള് ഈ പേഴ്സ് പാറ്റേൺ അനുസരിച്ച് ഇത് തമ്മിൽ ഇന്റർലോക്ക് ആയിക്കോളും. അങ്ങനത്തെ ഷേപ്പാണ്. അപ്പൊ നമ്മള് അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അവിടെ നമ്മൾ ഗ്ലൂ ഒട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗ്ലൂ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മള്
നൂലും സൂചിയും ഉപയോഗിച്ച് തയ്ക്കണം. ഇതിന്റെ ഇടകളുണ്ട്, ഓരോന്നിന്റെയും ഗ്യാപ്പ് വഴി രണ്ടിനെയും ചേർക്കുകയാണ് ചെയ്യുന്നത്. അതായത് നല്ല കട്ടിയുള്ള തരം മെറ്റീരിയൽ, ഇങ്ങനത്തെ നൂലാണ് യൂസ് ചെയ്യണത്. ഇത് പൊട്ടില്ല പെട്ടെന്ന്. അപ്പൊ ഇത് നമ്മള് തയ്ച്ച്, അതായത് ഇത് ഇന്റർലോക്ക് ലാസ്റ്റ് ലെയർ ചെയ്തതിനു ശേഷം ഇത് തമ്മിൽ യോജിപ്പിച്ചതിന് ശേഷം അവിടെ ഇത് നമ്മൾ താഴത്ത് തൊട്ടേ ഇങ്ങനെയാണ് ചെയ്യണത്. ഇതിലിപ്പോ 1 2 3 4 ലെയർ ലിങ്ക്സ് ഉണ്ട് ഇങ്ങനത്തെ. അപ്പൊ താഴത്ത് മുതലേ നമ്മള് ഓരോ ലിങ്കിനെയും ഇങ്ങനെ വെച്ച് 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 കൊണ്ടുവരികയാണ് ചെയ്യണത്. ഇവിടെ മാത്രമേ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ, അതോ ഫുൾ സ്റ്റിച്ച് ആണ് ചെയ്തിരിക്കുന്നത്. ഓരോ ലെയറിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എല്ലാ ലെയറും കൂട്ടിച്ചേർക്കുന്നത് സ്റ്റിച്ച് ചെയ്താണ്. ഇതിപ്പോ കണ്ടോ, ഇങ്ങനെയാണ് വരുള്ളൂ. ഇതിപ്പോ ഒരു ലെയർ ആണ് ഇതിന്റെ. അടുത്തത് ഇതിന്റെ ഇങ്ങനത്തെ ലെയറാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യണത് നമ്മൾ ഇങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് ഇതിനെയും തമ്മിൽ വെച്ച് പിന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും. വീണ്ടും അതിന്റെ അടുത്ത ലെയർ എടുത്ത് അതിലേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്യും. അപ്പൊ അത് നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനും നമുക്ക് എടുക്കാം. ഇതിപ്പോ ബ്രൗൺ യെല്ലോ കോമ്പിനേഷൻ, ഇതിപ്പോ ബ്ലാക്ക് യെല്ലോ വന്നു, അല്ലെങ്കിൽ ഈ സൈഡ് ബ്രൗൺ മാത്രം വന്നു, അല്ലെങ്കിൽ അങ്ങനെ വെക്കാം. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷനിൽ നമുക്ക് അത് ജോയിൻ ചെയ്തെടുക്കാം. ഓരോ ലെയറും നമ്മളൊരു നീഡിൽ ത്രെഡ് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും. നമ്മൾ അങ്ങനെയാണ് ചെയ്യണത്. ഇതിപ്പോ ഞാൻ ഗോൾഡൻ ചെയ്തു, വേണമെങ്കിൽ നമുക്ക് കോൺട്രാസ്റ്റ് യൂസ് ചെയ്യാം അതിന്റെ ഇടയിൽ. അതേപോലെ പല രീതി ചെയ്തു തുടങ്ങുമ്പോൾ ഒരു ഐഡിയ വരുമല്ലോ. അങ്ങനെ ഇത് ലാസ്റ്റ് പീസ് നമ്മൾ ഇതുമായിട്ട് ചേർക്കുകയാണ് ചെയ്യണത്. ഇത് അങ്ങനെയാണ് ജോയിൻ ചെയ്ത് പേഴ്സ് ആക്കുന്നത്. ഇനി എനിക്ക് തോന്നിയത് ബാഗായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് അതിപ്പോ നമ്മളൊരു ക്ലച്ച് സ്റ്റൈലിലുള്ള ബാഗാണ്. അതായത് സിബ് യൂസ് ചെയ്താണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. സിബ് ഇത് പക്ഷെ ഞാൻ കുറച്ചും കൂടി ഓപ്പൺ ടൈപ്പ് ആണ്. അതായത് ഇതിന് അടിയിൽ കുറച്ചും കൂടി സ്പേസ് ഉണ്ട്, ഉള്ളിലും സ്പേസ് ഉണ്ട്. ഉള്ളിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വെക്കാം. അപ്പൊ അതിനു വേണ്ടി അപ്പൊ നമുക്ക് അങ്ങനെ കയ്യിൽ ഇങ്ങനെ ക്ലച്ച് പോലെ പിടിക്കാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഹാൻഡിൽസ്, ഇങ്ങനത്തെ ഹാൻഡിൽസ് നമുക്ക് മേടിക്കാൻ കിട്ടും. എനിക്ക് തോന്നുന്നു പലപ്പോഴും പലർക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നതിനേക്കാളും നല്ലതൊരു ഹോൾഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു, അതെ, അങ്ങനെ താല്പര്യമുള്ളവരുണ്ട്. അപ്പം ഇത് നമുക്ക് മേടിക്കാൻ കിട്ടും കളറിന് ഇഷ്ടമുള്ള രീതിയിൽ. ഇല്ലെങ്കിൽ നമുക്ക് റീസൈക്കിൾ ചെയ്യാം, നമ്മുടെ പഴയ ബാഗിന്റെ തന്നെ മുറിച്ചെടുക്കാം. എന്നിട്ട് ഇത് പിടിപ്പിക്കും നമ്മള്. അതെ, നമുക്ക് എത്ര നീളം വേണം എന്നുള്ളതനുസരിച്ച്. ഇപ്പൊ ചിലർക്ക് ചെറുതായിട്ട് മതിയായിരിക്കും, ചിലർക്ക് ഹാങ് ചെയ്യണം. അതെ, അപ്പം പല സൈസിലുണ്ട്. ഇതിന്റെ കുഞ്ഞിതുണ്ട്. ഇതിപ്പോ ഹാങ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് നമുക്ക് രണ്ട് സൈഡിൽ മാത്രമായിട്ട് പിടിപ്പിക്കാം. അങ്ങനെ ഇത് ഹോട്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്യാൻ പിടിപ്പിക്കാം. അപ്പൊ അത് പെട്ടെന്ന് ഡ്രൈ ആവും, വിട്ടും പോരില്ല, നല്ല ഈട് നിൽക്കും. അപ്പൊ അങ്ങനെ നമ്മള് ഇത് പക്ഷെ നമ്മള് റിങ് ഇതുമായിട്ട് ഐലറ്റ് ഇട്ട് പിടിപ്പിക്കണം, അല്ലാണ്ട് ഹോട്ട് ഗ്ലൂ ഗണ്ണിൽ നിൽക്കില്ല. ഇത് ചെറുതാണ് നിൽക്കുള്ളൂ. അങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടോ അല്ലെങ്കിൽ ഉള്ളിൽ ചെറിയ ബട്ടൺസ് ഫിക്സ് ചെയ്തോ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചിലർക്ക് നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാനായിരിക്കും പലരുടെയും താല്പര്യം. എന്നാൽ ചിലർക്ക് അത് ചെറുതായിട്ടൊന്ന് ഹാൻഡിൽ ചെയ്യണം, ഒന്നെങ്കിൽ കയ്യിൽ പിടിക്കാൻ ആയിരിക്കും, അല്ലെങ്കിൽ ഷോൾഡറിൽ ഹാങ് ചെയ്യാനായിരിക്കും പലർക്കും ഇഷ്ടം. അപ്പൊ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് ചെയ്തെടുക്കാം. ഈ സൈസ് വരുമ്പോ അവർക്ക് അങ്ങനെയാണ് ഇഷ്ടം. പക്ഷെ ഈ സൈസ് എല്ലാരും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഒരു ഫോണും മണി മാത്രം വെച്ചാൽ മതി അവർക്ക്. അപ്പൊ ഇത് കൂടുതൽ അങ്ങനെ പ്രിഫർ ചെയ്യും. ഇത് വേണമെങ്കിൽ എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ബാഗിൽ വെച്ച് കൊണ്ടുപോവുകയും ചെയ്യാം. ശരിക്കും അത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തെന്നാണ് പറഞ്ഞിരുന്നത്? ഇത് ഫ്ലെക്സ്, നമ്മുടെ ഫ്ലെക്സ് പ്രിന്റ് ചെയ്യൂലേ അഡ്വർടൈസ്മെന്റിനൊക്കെ യൂസ് ചെയ്യണ. അപ്പൊ അത് മിസ് പ്രിന്റ് വരുന്ന വലിയ ഫ്ലെക്സുകൾ അവർ വെറുതെ കളയുകയാണ് ചെയ്യണത്. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് റോള് നമുക്ക് കിട്ടാനിടയായപ്പോൾ ഞാൻ അത് വെച്ച് ഇത് ചെയ്യാൻ പറ്റുമോ. അപ്പൊ അതാവുമ്പം പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ്, ഉള്ളിൽ അഡ്ഹസീവ് ഉണ്ട്, അപ്പം എളുപ്പമാണ്. അപ്പം ഞാൻ അത് വെച്ച് ചെറുതൊരെണ്ണം ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മടക്കി ചെയ്ത് നോക്കിയപ്പം ഇതിനേലും കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആണ്, പേപ്പറിനേലും ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ നല്ല സമയം കൺസ്യൂം ചെയ്യുന്ന ഏതാണ് ശരിക്കും? അതാണോ? പേപ്പറാണ് ഏറ്റവും കൂടുതൽ സമയം കൺസ്യൂം ചെയ്യുന്നത്. പിന്നെ ഇതാണ് ഏറ്റവും കുറവ്, ഏറ്റവും എളുപ്പത്തിന് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ ചിലർക്ക് ഇങ്ങനെ കുഞ്ഞത് മതിയായിരിക്കും, ചിലർക്ക് അതിലും ചെറിയ പേഴ്സ് ഹാൻഡിൽ ചെയ്യാനായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് അത് എടുക്കാം. അപ്പൊ അങ്ങനെ ശരിക്കും ഈ ഒരു പേഴ്സ്, ശരിക്കും ഈ വലിയൊരു പേഴ്സ് അല്ലെങ്കിൽ ബാഗ് ചെയ്യുന്ന ഒരാഴ്ച സമയം എടുക്കുമെന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പൊ ശരിക്കും അതിന്റെ ഒരു ലെയർ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് സൈമിമോൾ നല്ല രീതിയിൽ കാണിച്ചു തന്നു. ഇനി നമുക്കിത് സിബ് വെച്ചാൽ മതിയെങ്കിൽ നമുക്ക് ഈ രീതിയിൽ സിബ് വെച്ച് നമുക്കിത് ഹാൻഡിൽ ചെയ്യാം. അതല്ല നമുക്ക് ഹാങ് ചെയ്യാൻ താല്പര്യമെങ്കിൽ നമുക്കൊരു പഴയ ബാഗിന്റെ അല്ലെങ്കിൽ യൂസ്ഡ് ഇത് എടുത്താൽ മതി. യൂസ്ഡ് എടുക്കാം. കാരണം നമ്മുടെ ഹാൻഡിലൊന്നും ഒരിക്കലും ഒന്നും സംഭവിക്കാറില്ല. നമ്മളിങ്ങനെ വെറുതെ കയ്യിൽ പിടിക്കുന്നതുകൊണ്ട് അതിന് അങ്ങനെ
ഇതിപ്പോ ഞാൻ അങ്ങനെ എടുത്ത ഒരു പഴയ ബാഗിന്റെ ഹാൻഡിലാണ്. അപ്പൊ ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് സുഖമായിട്ട് കളർ മാച്ച് ചെയ്യുന്നതനുസരിച്ച് എടുക്കാം. നമുക്കത് വാങ്ങുകയും ചെയ്യാം. നമുക്കിപ്പോ സൂക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ബസാർ പോലത്തെ സ്ഥലങ്ങളിൽ ഒരുപാട് കിട്ടുന്നുണ്ട് കളർ മാച്ചിങ്ങിന്, അല്ലെങ്കിൽ ഈ ചെയിൻ പോലത്തതൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പൊ അങ്ങനത്തേനൊക്കെ ചെയിനാണ് ഫിക്സ് ചെയ്തിട്ടാണ് മിക്കവർക്കും ഇഷ്ടം. അപ്പൊ ഇത് കൂടാതെ പിന്നെ ചെയ്യുന്നത് വേസ്റ്റ് പേപ്പർ യൂസ് ചെയ്ത് ബാസ്ക്കറ്റ് പോലെ കാര്യങ്ങളും സൈമിമോൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇത് നമുക്ക് എന്താണ്, കൊച്ചു കുട്ടികളുടെ സാധനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പെൻസിലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കാം. ശരിക്കും ഇതിന്റെ ഒരു എന്താണ്, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ശരിക്കും അതിന്റെ റോ മെറ്റീരിയൽസ് പലതും സൈമിമോൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് സമയപരിമിതി കാരണം ഇതൊന്നും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് സൈമിമോളിന്റെ ഇത്തരത്തിലുള്ള ഇങ്ങനെ ബാസ്ക്കറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ശരിക്കും അതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ വലിച്ചു കീറി കളയുന്ന പേപ്പേഴ്സ് യൂസ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതിന്റെ പല സൈസിലുള്ളത്, കുഞ്ഞു ബാസ്ക്കറ്റ് മുതൽ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളുടെ ഇപ്പോൾ കമ്മലോ അല്ലെങ്കിൽ കൊച്ചു പെൺകുട്ടികളാണ് വീട്ടിലുള്ളെങ്കിൽ കമ്മലോ അവരുടെ ക്ലിപ്സ് ഒക്കെ വീട്ടിൽ വയ്ക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ പെൻസില്. അതെ, ക്രാഫ്റ്റ് മെറ്റീരിയൽസ്. ഇപ്പോൾ കുട്ടികളുടെ സ്കൂളിൽ പോണ കുട്ടികളാണെങ്കിൽ അവരുടെ ഒരുപാട് സാധനം നമ്മുടെ വീട്ടിൽ ഒരുപാട് നിരന്ന് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ട് ഇപ്പം നമുക്ക് പൈസ കൊടുത്താൽ ഇതിന്റെ പ്ലാസ്റ്റിക് സാധനങ്ങൾ കിട്ടും, പക്ഷെ അത് നമ്മൾ വീണ്ടും വീണ്ടും പ്ലാസ്റ്റിക് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം നമ്മുടെ വീട്ടിൽ നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന പേപ്പർ യൂസ് ചെയ്ത് നമുക്ക് ബാസ്ക്കറ്റും അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം അല്ലെ. അപ്പൊ ഇത്രയും സമയം നമ്മുടെ പ്രേക്ഷകർക്ക് എങ്ങനെയാണ് ഒരു വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് നമുക്കൊരു ബാഗ്, ശരിക്കും മനോഹരമായ ബാഗ്, നമുക്കിത് കണ്ടാൽ പറയത്തില്ല അത് പേപ്പറും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബാഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതും കുറഞ്ഞ സമയം കൊണ്ട് ഓരോ ലെയറും എങ്ങനെയാണ് അത് സ്റ്റിക്ക് ചെയ്യുന്നതൊക്കെ വളരെ നന്നായി തന്നെ പറഞ്ഞു തന്നെ. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം ഇതുപോലെ ഇതിന്റെ ബാക്കി ഒരു എപ്പിസോഡ് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാവുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം.